കെ.എസ്.ആർ.ടി.സിയെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ യുവത്വങ്ങൾ നൽകിയ പേരാണ് ആനവണ്ടി. ആ ആനവണ്ടി എന്നുള്ള പേരിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ചാനലുകൾ നമ്മൾക്ക് കാണാറുണ്ട്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ ഏറ്റവും സൗന്ദര്യവതിയായ വാഹനം എന്ന് പറയുന്നത് എക്സ്പ്രസ് ബസ്സുകളായിരുന്നു. പച്ച നിറത്തിലുള്ള എക്സ്പ്രസ് ബസ്സുകൾ എന്നും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയവികാരമായി മാറിയിരുന്ന ഒരു സംഗതിയാണ്. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ വന്നിട്ടുള്ള പ്രഭാത ന്യൂസിൽ കേട്ട ഒരു വാർത്ത, കെ.എസ്.ആർ.ടി.സിയുടെ എക്സ്പ്രസ് ബസ്സുകളെ പുതിയ ദൗത്യത്തിനായി നിയോഗിക്കുകയാണ്. പൊതുഗതാഗതത്തിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ബസ് ബജറ്റ് ടൂറിസത്തിന് കൈമാറാൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു. പ്രതീക്ഷിച്ചത്ര വരുമാനം കിട്ടുന്നുമില്ല, നഷ്ടവും. ഇതാണ് കെ.എസ്.ആർ.ടി.സിയുടെ എക്സ്പ്രസ് ബസ്സുകൾ പിൻവലിക്കുന്നതിലേക്ക് എത്തിച്ച ഘടകം. ബസ്സുകൾ നവീകരിച്ച് കെ.എസ്.ആർ.ടി.സിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന് കൈമാറാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. 2 ബസ്സുകൾ പുത്തനായി പണിതിറക്കി പത്തനാപുരം ഡിപ്പോയ്ക്ക് കൈമാറി. എന്നാൽ ബസ്സുകൾ ബജറ്റ് ടൂറിസം കൂടുതലായി നടക്കുന്ന ഡിപ്പോകൾക്ക് കൈമാറാൻ മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഇത് പ്രകാരം ഒരെണ്ണം കൊട്ടാരക്കര ഡിപ്പോയിലേക്കും രണ്ടാമത്തെ ബസ് ചാലക്കുടി ഡിപ്പോയ്ക്കും കൊടുക്കും. ബജറ്റ് ടൂറിസം വഴി നല്ല വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും സഞ്ചാരത്തിന് നല്ല ബസ്സില്ലെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ടത്. ഈ കാണുന്ന എക്സ്പ്രസ് ബസ്സുകൾ നവീകരിച്ച് ബജറ്റ് ടൂറിസത്തിന് കൈമാറും. പുത്തൻ നിറം കൊടുത്താകും ബജറ്റ് ടൂറിസം സെല്ലിന് കൈമാറുക. ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ കെ.എസ്.ആർ.ടി.സിയിൽ ചെല്ലുമ്പോഴും വളരെ കുറച്ച് മാത്രം ഓടിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ളതാണ് എക്സ്പ്രസ് ബസ്സുകൾ. ഈ പച്ച വണ്ടികൾ എക്കാലവും മലയാളിയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും കാണുന്നത് തന്നെ ഇഷ്ടമായി തീരുകയും ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. കെ.എസ്.ആർ.ടി.സിയിലെ എക്സ്പ്രസ് ബസ്സുകൾ പ്രവർത്തന നഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സുകൾ നവീകരിച്ചിട്ട് ബഡ്ജറ്റ് ടൂറിസം പദ്ധതിക്ക് നൽകുവാൻ തീരുമാനിച്ചതായി ഒരു വാർത്ത കാണുകയുണ്ടായി. കെ.എസ്.ആർ.ടി.സിയിലെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നുവെന്നും ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ നിന്നും കെ.എസ്.ആർ.ടി.സിക്ക് വരുമാനം ലഭിക്കുന്നു എന്നുമാണ് പത്രവാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും ബന്ധപ്പെട്ട വാഹനം അവിടെ പിടിച്ചിടുകയും അവർ ഈ പോകുന്ന ഇത് ചെയ്യുകയും നിലവിൽ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകൾ, കാരണം ബജറ്റ് ടൂറിസത്തിന് ഓടാനായിട്ട് പ്രത്യേകിച്ച് വാഹനമില്ലാതിരിക്കെ നിലവിൽ ലൈനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ആ ഡിപ്പോയിലെ കൊള്ളാവുന്ന ഏതെങ്കിലും വാഹനം സെലക്ട് ചെയ്തുകൊണ്ടാണ് ബജറ്റ് ടൂറിസത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ലൈനിൽ, അതായത് അതിൻ്റെ ഷെഡ്യൂൾ ഡ്യൂട്ടിയിൽ ഓടുമ്പോൾ ആ വണ്ടി ഇല്ലാതെ വരുമ്പോൾ ഉള്ള നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ബജറ്റ് ടൂറിസത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ലാഭകരമായി ചിന്തിക്കുന്നത്. ഏതായാലും എക്സ്പ്രസ് ബസ്സുകൾ ലാഭകരമല്ല എന്നുള്ളൊരു നിലപാട് എങ്ങനെയാണ് വാർത്തയിൽ വന്നത് എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ചിടത്തോളം ഡീലക്സ് ബസ്സുകൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മിന്നൽ സർവീസുകൾ വരുന്നതിന് മുൻപ് ഫാസ്റ്റ് എക്സ്പ്രസ് എന്നുള്ള വണ്ടിയായിരുന്നു. സൂപ്പർ ഫാസ്റ്റിന് മുൻപ് തന്നെ കെ.എസ്.ആർ.ടി.സിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് എക്സ്പ്രസ്. അപ്പോൾ ഈ എക്സ്പ്രസ് ബസ്സുകൾ യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനകരമായിരുന്ന വാഹനങ്ങളാണ്. അതിൻ്റെ സ്റ്റോപ്പുകളുടെ പരിമിതിയും കൃത്യസമയത്ത് കൃത്യനിഷ്ഠതയോടുകൂടി എത്തിച്ചേരുന്നു എന്നുള്ളതും കെ.എസ്.ആർ.ടി.സിയിലെ എക്സ്പ്രസ് ബസ്സുകളെ യാത്രക്കാർക്ക് പ്രിയങ്കരമാക്കി തീർത്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എക്സ്പ്രസ് ബസ്സുകൾ നിർത്തലാക്കുന്നു എന്നുള്ള വിഷമം കൊണ്ട് പറയുന്നതൊന്നുമല്ല. കെ.എസ്.ആർ.ടി.സിയിലെ സർവീസുകൾ, ദീർഘദൂര സർവീസുകൾ, സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും എക്സ്പ്രസ് ആണെങ്കിലും ലാഭകരമായിട്ടുള്ള സർവീസുകൾ മുഴുവനും സ്വിഫ്റ്റ് എന്നുള്ള പേരിൽ, ഓമന പേരിൽ തുടങ്ങിയിരിക്കുന്ന കമ്പനിക്ക് നൽകുകയും ഈ വാഹനങ്ങളെല്ലാം ഈ കെ.എസ്.ആർ.ടി.സിയിലെ നിലവിൽ ഓടിക്കൊണ്ടിരുന്ന എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ് ഓടിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ലാഭകരമായിട്ടുള്ള റൂട്ടുകളെല്ലാം സ്വിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് കൈമാറിക്കൊണ്ട് അത് കെ.എസ്.ആർ.ടി.സിയിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് വേറൊരു വിഭാഗമായി നിലനിർത്തുകയും അതോടൊപ്പം തന്നെ മിച്ചം വന്ന റൂട്ടുകളിലേക്ക് ഈ പറയുന്ന എക്സ്പ്രസ് ബസ്സുകൾ ഓടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ടാണ് കെ.എസ്.ആർ.ടി.സിയിലെ എക്സ്പ്രസ് ബസ്സുകളുടെ കളക്ഷൻ ഇല്ലാതായി തീർന്നത്. ഡീലക്സ് ബസ്സുകളാണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാണെങ്കിലും എക്സ്പ്രസ് ബസ്സുകളാണെങ്കിലും ദീർഘദൂര ബസ്സുകളെ കെ.എസ്.ആർ.ടി.സി എന്ന് പറയുന്ന മാതൃ പ്രസ്ഥാനത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് സ്വിഫ്റ്റ് എന്ന് പറയുന്ന പുതിയ പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള മുൻ എം.ഡി. ബിജു പ്രഭാകരൻ്റെ പ്രവർത്തന പരിണിതഫലമായിട്ടാണ് ഇത്തരത്തിൽ നഷ്ടമായി എന്നുള്ളൊരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കെ.എസ്.ആർ.ടി.സി സംബന്ധിച്ചിടത്തോളം സർവീസുകൾ നടത്തുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. സർവീസുകളുടെ സാധ്യതാ പഠനം ഈ പറയുന്ന ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ നടത്തേണ്ടതായിട്ടുണ്ട്. അതൊന്നും നടത്താതെയും സർവീസുകൾ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുകയും ലാഭകരമായ സർവീസുകൾ സ്വിഫ്റ്റിന് കൈമാറുകയും ചെയ്ത ശേഷം ലാഭകരമല്ലാത്ത സർവീസുകൾ ഇത്തരം ബജറ്റ് ടൂറിസത്തിനായി വിനിയോഗിക്കുന്നു, അത് ഭയങ്കര ലാഭകരമാണ് എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ
മറ്റ് എല്ലാ സമയങ്ങളിലും വ്യാജ വാർത്തകൾ ഇവിടുത്തെ സമൂഹത്തിന് മുമ്പിലേക്ക് വിതറിയിട്ടുള്ള മാനേജ്മെൻറ്റ് ആളുകൾ പറയുന്നത് എത്രമാത്രം വാസ്തവമാണ് എന്നുള്ളത് കണ്ടറിയേണ്ട വസ്തുതയാണ്. ഇപ്പോൾ ബജറ്റ് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുമായി ഇടപെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ പേരിലുള്ള നടപടികൾ ട്രേഡ് യൂണിയൻ്റെ സ്വാധീനം കൊണ്ട് മരവിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നും ആണ് പിന്നാമ്പുറത്തു നിന്നും അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും എക്സ്പ്രസ് ബസ്സുകൾ ഇല്ലാതെയായിത്തീരുന്നു എന്നുള്ളത് കൗതുകപരമായിട്ടാണെങ്കിൽ പോലും, ഇല്ലെങ്കിൽ നമ്മുടെ പോയ കാലത്തിൻ്റെ ഓർമ്മകളെ അനുസ്മരിപ്പിക്കുന്ന ആ മനോഹരമായിട്ടുള്ള വാഹനങ്ങൾ ഇല്ലാതായിത്തീരുന്നു എന്നുള്ളത് അത്തരത്തിലുള്ളൊരു വേദനാജനകമാണെങ്കിൽ പോലും KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയെ വിജയിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സർവീസുകൾ KSRTCയിൽ നിന്നും അടർത്തി മാറ്റുന്നത്. അതിന് മറ്റൊരു മാനം നൽകുക മാത്രമാണ് ഈ വാർത്ത മാധ്യമങ്ങൾക്ക് നൽകുന്നതിലൂടെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള വാസ്തവം പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയാണ്. നന്ദി. Thank you.